ഡെയിലി തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് വന്നു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് കണ്ണ് ചോന്നിരിക്കുന്നുള്ളതായിരുന്നു. കണ്ണിനുണ്ടാകുന്ന ഒരു 90% രോഗങ്ങളിലെ ആദ്യത്തെ സിംറ്റമാണ് ഈ റെഡ്നസ് അഥവാ ചോന്ന് വരിക എന്നുള്ളത്. അതിപ്പോൾ ഇൻഫെക്ഷൻ ആണെങ്കിലും ഡ്രൈ ഐസ് ആണെങ്കിലും ഹെമറേജ് ആണെങ്കിലും റെഡ്നസ് അതിലെന്തായാലും ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ ഹിസ്റ്ററി ഫുൾ എടുത്തു, പലതരത്തിലുള്ള ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവർക്ക് മറ്റ് പ്രശ്നങ്ങളായിട്ടൊന്നും കണ്ടില്ല. അവസാനം അവർ ക്യാഷ്വൽ എടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇപ്പോൾ തണുപ്പൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും 2 നേരം കുളിക്കാൻ തുടങ്ങിയെന്ന്. കുറച്ചുകൂടെ നന്നായിട്ട് ചോദിച്ചപ്പോഴത്തേ അവർ പറഞ്ഞു, ഞാൻ രാവിലെയും വൈകിട്ടും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വില്ലൻ ഈ ചൂടുവെള്ളമായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് നിങ്ങൾ തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കാതിരിക്കുക, അതിനുശേഷം തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്ന് പറയാൻ പറഞ്ഞു. കൃത്യം ഒരാഴ്ച ഉണ്ട് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ നമ്മൾ സംശയിച്ച പോലെ തന്നെ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്ന തന്നെയായിരുന്നു പ്രശ്നം, ഇപ്പോൾ നോർമലായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിച്ചാൽ നമ്മുടെ കണ്ണ് ചുവന്ന് വരുന്നത്? നോക്കാം. 2-3 കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ വാസോഡൈലേഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പ് വളരെ റിച്ച് ആയിട്ട് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലെ രക്തക്കൊയിലുകൾ വികസിക്കുകയും ഒരു വാസോഡൈലേഷൻ സംഭവിക്കുകയും അതുവഴി നമ്മുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുകയും ചെയ്യും. ഈ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിന് പുറത്തുള്ള വളരെ ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് അത് എൻഗോർജ് ആവുകയും ചെയ്യും. അതാണ് ചുവന്ന കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തത് ട്രൈജെമിനൽ നെർവ് ഉണ്ടാകുന്ന സ്റ്റിമുലേഷനാണ്. നമ്മുടെ സ്കാൽപ്പിൽ റിച്ച് ആയിട്ടുള്ള ട്രൈജെമിനൽ നെർവിൻ്റെ സപ്ലൈ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളം കോരി വയ്ക്കുമ്പോഴത്തേക്കും ഈ ട്രൈജെമിനൽ നെർവ് സ്റ്റിമുലേറ്റ് ആവുകയും അതുവഴി ഒരു റിഫ്ലക്സ് വാസോഡൈലേഷൻ ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തത് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഈ സ്റ്റീമും വാം വാട്ടറും നമ്മുടെ കണ്ണായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ ടിയർ ഫിലിം ഡിസ്ട്രപ്റ്റ് ആവുകയും നമ്മുടെ കണ്ണ് കൂടുതൽ ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിച്ചാൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡെയിലി കുളിച്ചിട്ട് കണ്ണ് ചോർന്നു വരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ചങ്കില്ലേ? ആ ചങ്കിനെ ഇവിടെ മെൻഷൻ ചെയ്യാം. Stay healthy, stay curious. See you in next video.